ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഒരു സുദിനം നേർന്നുകൊണ്ടും നമ്മുടെ ലിവൈസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ Q&Aയുടെ സെക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതായത് കനഡിയൻ സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ചുള്ള ഒരു ചെറിയ Q&A. ആക്ച്വലി നമ്മുടെ സൈക്ലിംഗ് വ്ളോഗും ട്രാവൽ വ്ളോഗ്സും ഒക്കെ പെൻഡിങ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ എന്താണ് ഉണ്ടായെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കഴിഞ്ഞ Q&Aയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടു. ഒന്ന് രണ്ട് കുട്ടികൾ എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ വിളിച്ചു. എന്നിട്ട് കനഡിയൻ സ്റ്റുഡൻറ്റ് വിസയുടെ ഒക്കെ കുറേ കാര്യങ്ങൾ അവർ ചോദിച്ചു. അപ്പോൾ അതിൽ നല്ല റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്ലിംഗ് വ്ളോഗൊക്കെ കുറച്ചൊന്നും കൂടി ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ Q&A സെക്ഷൻ തന്നെ, Q&A സെഗ്മെൻറ്റ്സ് തന്നെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് രണ്ട് സെഗ്മെൻറ്റുകളോടെയും Q&Aയിൽ ചെയ്യാനുണ്ട്. അത് വേഗം കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് Q&A ആയിട്ട് ഞാൻ തിരിച്ചു വരാൻ കാരണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് Q&A ഈ സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ച് കിട്ടിയ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പാകത്തിന് എൻ്റെ ഒരു ഫ്രണ്ടിനും എനിക്കും ഉണ്ടായ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവവും, അതായത് അവൻ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ അവന് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിൽ കുറച്ചൊക്കെ എനിക്ക് അവന് സഹായിച്ചു കൊടുക്കാനും സാധിച്ചു. അപ്പോൾ ആ രണ്ട് അനുഭവങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ്. ഇവിടെ ഇപ്പോൾ പിന്നെ ഈ കോവിഡിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് കുറച്ച് ഡിലേ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി. അപ്പോൾ നമ്മൾ നേരിട്ട് ഇനി ഇതിലേക്ക് കിടക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ IRCC ലൈസൻസ്ഡ് ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്നതൊന്നും ലീഗൽ അഡ്വൈസും അല്ല. പിന്നെ ഞാൻ കുറച്ച് സ്ഥാപനങ്ങളുടെ പേരുകളും ഇതിൽ പറയും. പക്ഷേ ഈ സ്ഥാപനങ്ങളായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമില്ല, പേഴ്സണലായിട്ടും ഒഫീഷ്യലായിട്ടും ഒന്നും ബന്ധമില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒന്ന് ഇടപെടേണ്ടി വന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നേരിട്ട് കിടക്കാം നമുക്ക്. ലെറ്റ് ഇറ്റ് ബി, നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് ഒരു തോമാച്ചൻ എന്ന് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഈ തോമാച്ചൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് ഒരു 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അതായത് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ പ്രീവിയസ് സ്റ്റഡിയിൽ നിന്ന്. പുള്ളിക്കാരൻ ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പം പുള്ളിക്കാരന് അതിയായ ആഗ്രഹം വന്നു കാനഡയിൽ പോയി പഠിക്കണമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ ഓൺലൈൻ കയറി IRCCയുടെ വെബ്സൈറ്റ്, ഞാനിപ്പോഴും പറയാറുണ്ടല്ലോ, എല്ലാ ഫൈനൽ വേർഡ് എപ്പോഴും IRCCയുടെ വെബ്സൈറ്റിലാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ IRCCയുടെ വെബ്സൈറ്റിൽ കയറ്റി പുള്ളിക്കാരൻ തന്നെ കുറച്ച് കുറച്ച് റിസർച്ച് നടത്തി, സെൽഫ് റിസർച്ച് നടത്തി, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നൊന്ന് പഠിച്ചു. അതിനനുസരിച്ചുള്ള സെൽഫ് പ്രിപ്പറേഷൻ നടത്തി. അപ്പോൾ പുള്ളിക്കാരന് അറിയാൻ സാധിച്ചത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കനഡിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ 2 ടൈപ്പ് പ്രൊസീജിയർ ഉണ്ടെന്നാണ്. അതായത് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മൊറോക്കോ, സെനഗൽ എന്നീ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിന് സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ വഴി വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് മച്ച് ഫാസ്റ്റാണ്, വളരെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വരും, കമ്പാരിറ്റീവ്ലി കമ്പയറിങ് ടു റെഗുലർ സ്റ്റുഡൻറ്റ് വിസാസ്. അപ്പോൾ ഇത് ഈ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിന് മാത്രം ചെയ്യാൻ അവർ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളതാണ് കനഡിയൻ ഗവൺമെൻറ്. എനിക്ക് തോന്നുന്നു കാരണം ഈ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിൽ എത്തുന്നത്, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഈ SDS നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ അപ്പോൾ അത് വിചാരിച്ചു വന്നാൽ SDS റെഗുലർ വഴി അല്ലാതെ SDS വഴി അപ്ലൈ ചെയ്യാം സ്റ്റുഡൻറ്റ് വിസ എന്ന് ആഗ്രഹിച്ച് പുള്ളിക്കാരൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അപ്പോൾ ആദ്യം തന്നെ പുള്ളിക്കാരൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നോട്ടഡ് 10 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ പഠനം കഴിഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിച്ച എഡ്യൂക്കേഷൻ കനഡിയൻ എഡ്യൂക്കേഷനുമായിട്ട് ഇക്വലൻ്റ് ആണെന്ന് കനഡിയൻ ഗവൺമെൻറ്റിനെയും അവിടെ നമുക്ക് അഡ്മിഷൻ തരാം എന്ന് പറയുന്ന കോളേജുകളെയും
അപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ, ഡെസിഗ്നേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്തോട്ടുള്ളൂ, ഡെസിഗ്നേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി അപ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കനേഡിയൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് ഏജൻസികളുണ്ട്. അതായത് അതിലൊന്നാണ് IQS, പിന്നെ ഒന്ന് പറയും WES എന്നുള്ള ഏജൻസികൾ. ഈ ഏജൻസികൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രെഡൻഷ്യൽസ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നേരിട്ട് ട്രാൻസ്ക്രിപ്റ്റ്സ്, അതുപോലെ മാർക്ക് ഷീറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരിട്ട് ഈ ഏജൻസികളിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ അത് അസസ് ചെയ്തിട്ട് ആ എഡ്യൂക്കേഷൻ കാനഡയിലുള്ള ഏത് എഡ്യൂക്കേഷനുമായിട്ട് ഇക്വലൻ്റ് ആണെന്ന് ഉള്ള ഒരു അസസ്മെൻറ്റ് റിപ്പോർട്ട് നമുക്ക് തരും. നമ്മുടെ സുഹൃത്ത് അതിന് തിരഞ്ഞെടുത്തത് WES, അതായത് വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ് ടൊറൻഡോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റ് മേടിച്ചു, അതുപോലെ മാർക്ക് ഷീറ്റ് മേടിച്ചു, ഡീറ്റെയിൽഡ് ട്രാൻസ്ക്രിപ്റ്റ്, അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി അവിടെ നിന്ന് തന്നെ WESൻ്റെ ടൊറൻഡോ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അതിനു മുമ്പ് ഈ WESൻ്റെ ഒരു ഓൺലൈൻ പ്രൊഫൈൽ ഉണ്ടാക്കണം WESൽ. അതിന് ശേഷം ഓൺലൈൻ പ്രൊഫൈലിൽ തന്നെ പേയ്മെൻറ്റും നടത്തണം. ഇത്രയാണ് പുള്ളിക്കാരൻ ചെയ്തത്. പിന്നെ ഒരു ലോക്കൽ ഏജൻസിയുടെ, ഇന്ത്യയിലുള്ള ഒരു ലോക്കൽ ഏജൻസിയുടെ, കാരണം പുള്ളിക്കാരൻ ഗൾഫിലാണ് ജീവിക്കുന്നത്, അപ്പോൾ WESലേക്ക് ഈ ഡോക്യുമെൻറ്റ്സ് അയക്കാനൊക്കെ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ നാട്ടിലേക്ക് എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ള ഒരു ലോക്കൽ ഏജൻസീനെ, നാട്ടിലുള്ള ലോക്കൽ ഏജൻസീനെ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഗ്യാദർ ചെയ്യാനും അവിടെ നിന്ന് അയക്കാനും വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള പോസ്റ്റൽ സർവീസിൽ നിന്നാണ് അയപ്പിച്ചു. അപ്പോൾ ഈ ഏജൻസിക്ക് ഒരു കമ്മീഷൻ കൊടുത്തിട്ട് പുള്ളിക്കാരൻ അത് ചെയ്തു. ഒരു 2-3 മാസത്തിനുള്ളിൽ, ഇതൊക്കെ കോവിഡ് സിറ്റുവേഷന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ, 2-3 മാസത്തിനുള്ളിൽ WESൻ്റെ ഇവാലുവേഷൻ വന്നു. കുഴപ്പമില്ല, ഈ നാട്ടിൽ പഠിച്ച 4 കൊല്ലത്തിൻ്റെ എഡ്യൂക്കേഷൻ കാനഡയിലും 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ്റെ ഇക്വലൻ്റ് ആണെന്നുള്ള ഒരു അസസ്മെൻറ്റ് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ അതായത് ഉപരിപഠനം അത് വെച്ച് സാധ്യമാകും എന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ കടമ്പ പുള്ളിക്കാരൻ അവിടെ തീർന്നു. ഞാൻ നേരത്തെ ഒരു ഡെസിഗ്നേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞില്ലേ, അതായത് കാനഡയിലുള്ള എല്ലാ എഡ്യൂക്കേഷനുകളും IRCCയുടെ അംഗീകാരമുള്ളതല്ല. അപ്പോൾ നമ്മൾ ആ കോളേജുകൾ, കാനഡയിലുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ കോളേജുകൾ ഡെസിഗ്നേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇതെങ്ങനെ നോക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ IRCCയുടെ വെബ്സൈറ്റ് ഉണ്ട്, canadiancic.gov.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ കയറി കഴിഞ്ഞ് ഡെസിഗ്നേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തപ്പി നോക്കിയാൽ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാനഡയിലെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഡെസിഗ്നേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് കിട്ടും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമുക്ക്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചാലാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഉപകാരമുണ്ടാവുകയുള്ളൂ. അതായത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ്, അതായത് ബാക്കപ്പ് വർക്ക് പെർമിറ്റ് എന്നൊക്കെ ചിലർ ലോക്കൽ ഭാഷയിൽ പറയുന്ന ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് കിട്ടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇമിഗ്രേഷന് സഹായകമാകണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് തന്നെ പഠിച്ച് ഇറങ്ങണം. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ ഈ SDS അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിന് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IELTSൻ്റെ സ്കോറാണ്. മിനിമം 6 വേണം ഇൻഡിവിജ്വലിൽ, അതായത് ടോട്ടൽ പോരാ. ടോട്ടൽ 6.5 or 7 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മിനിമം എന്തായാലും 6 വേണം. എത്രയും നല്ല സ്കോറ് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നു അത്രയും നല്ലത്. അപ്പോൾ പുള്ളിക്കാരൻ അതും ചെയ്തു. അപ്പോൾ IELTSലെ പുള്ളിക്കാരന് വലിയ പ്രശ്നം ഉണ്ടായില്ല ഈ സ്കോർ കിട്ടാനായിട്ട്. അത്യാവശ്യം ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളവർക്കൊക്കെ കിട്ടാവുന്നൊരു സ്കോർ തന്നെയാണ്. അപ്പോൾ IELTSൽ ഈ സ്കോർ പുള്ളിക്കാരൻ മേടിച്ചു. ഈ WESൻ്റെ റിപ്പോർട്ട് ഉണ്ടായി. പിന്നെ അടുത്തതാണ് ഈ ഡെസിഗ്നേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതും ഒരു 3-4 കോളേജുകളും പുള്ളിക്കാരൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരൻ നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഈ കോളേജുകളിലൊക്കെ നാട്ടിലെ ഓതറൈസ്ഡ് ഏജൻസ് ഉണ്ട്. അതായത് ഓതറൈസ്ഡ് ഏജൻസ് എന്ന് പറഞ്ഞപ്പോൾ ഓതറൈസ്ഡ് ഡീലർ എന്നൊക്കെ പറയുന്ന പോലെ അത് ഓരോ കോളേജുകൾക്കും നമ്മുടെ നാട്ടിൽ അവർ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഏജൻസ് ഉണ്ട്. അപ്പോൾ ആ ഏജൻസിൻ്റെ അടുത്തേക്ക് ഇവർ പോയി. ഈ പുള്ളിക്കാരൻ ഈ ഏജൻറ്റിൻ്റെ അടുത്തൊക്കെ നടന്നു. അപ്പോൾ പുള്ളിക്കാരൻ അഭിമുഖീകരിച്ച ഒരു വലിയൊരു പ്രശ്നവും പിന്നെ അത് ആൾക്ക് ഒരു വലിയ ഷോക്കിംഗ് കൂടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസ് ഒന്നും പുള്ളിക്കാരൻ്റെ അപ്ലിക്കേഷൻ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല.
ഇതൊക്കെ അവർ പറഞ്ഞ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു കോളേജ് പറഞ്ഞു പ്രീവിയസ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് 6 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, വിസ തരാൻ സാധിക്കില്ല, അപ്പോൾ വിസ കിട്ടാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരെ അങ്ങനെ 3-4 ഏജൻറ്റുകളുടെ അടുത്തൊക്കെ പോയി ആകെ നിരാശനായി. എല്ലാവരും ഇതുപോലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് അത് അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ ആ ആഗ്രഹം വിട്ടു. അവസാനം ഇങ്ങോട്ട് തിരിച്ച് ഗൾഫിലോട്ട് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊരു ഇടയായി. അപ്പം ഞാൻ പറഞ്ഞു, ആസ് യൂഷ്വൽ നമ്മൾ IRCCയുടെ വെബ്സൈറ്റിൽ കാണുമല്ലോ എന്ത് കണ്ടീഷൻസ് ആണെങ്കിലും എല്ലാ കണ്ടീഷൻസും. അപ്പം ഞാനും പുള്ളിക്കാരന് വേണ്ടി ഈ IRCCയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി തപ്പിയപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് മാത്രം ഒരിക്കലും കാണാനില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? ഞങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിലുള്ള ഈ ഓതറൈസ്ഡ് എന്ന് പറയുന്ന ഈ ഏജൻസിനൊക്കെ ഈ കോളേജുകൾ ഒരു മിനിമം കോട്ട ഓഫ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മുടെ നാട്ടിലുള്ള ഏജൻസിന് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഏജൻസിനും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഗ്യാപ്പുള്ള സ്റ്റഡീസും കഴിഞ്ഞിട്ട് ഇത്ര ഗ്യാപ്പുള്ളവരുടെ അപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യുമ്പോൾ റിജക്ഷന് ചാൻസ് കൂടുതലാണ്. അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, പക്ഷെ റിജക്ഷന് ചാൻസ് കൂടുതലാണ്. കാരണം സ്വാഭാവികമായി ഈ എംബസികൾ, കനഡിയൻ എംബസിയും കോൺസുലേറ്റും ഒക്കെ ചിന്തിക്കുമല്ലോ, ഇത്രയും ഗ്യാപ്പുള്ള ഒരു വ്യക്തി അവിടെ പോയി പഠിക്കുന്നതിന് എന്താണ് കാരണം? ഒരു വാലിഡ് റീസൺ ഇല്ലാതെ വെറുതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രൈമറി പർപ്പസ് എഡ്യൂക്കേഷൻ അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് റിജക്ഷൻ റേറ്റ് ചാൻസ് കൂടുതലാണെന്നുള്ളത് കൊണ്ട് ഈ ഏജൻസികളൊന്നും അത് എൻകറേജ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ഒരു കാൻഡിഡേറ്റിനെ എടുത്തിട്ട് ഫൈനലായിട്ടാണ് അവസാന സമയത്താവും ചിലപ്പോൾ ഈ റിജക്ഷൻ്റെ അല്ലെങ്കിൽ വിസ റിഫ്യൂസലിൻ്റെ ഡിസിഷൻ കിട്ടുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് എല്ലാ വിസയുടെ കാശൊഴിച്ച് ബാക്കി എല്ലാ സർവീസ് ചാർജ് ഏജൻസി മേടിച്ചതൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. കാരണം ലൈസൻസ്ഡ് ആകുമ്പോൾ അതിൻ്റെ നോംസ് അനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ വേറൊരു കാൻഡിഡേറ്റിനെ അവിടെ ആ സീറ്റിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള സമയവും ഈ ഏജൻസികൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ എൻകറേജ് ചെയ്യാത്തത്. അപ്പോൾ ഈ വക കാരണങ്ങൾ കൊണ്ടാണ് ആക്ച്വലി ഈ പുള്ളിക്കാരൻ്റെ, നമ്മുടെ സുഹൃത്തിൻ്റെ അപ്ലിക്കേഷൻസ് ഇവരെടുക്കാതിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഞാൻ ഈ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു 2018 അവസാനമൊക്കെ ആയിട്ട് കാനഡയിൽ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വിസിറ്റ് നടത്തേണ്ടി വന്നു. അപ്പോൾ പുള്ളിക്കാരൻ തോമാച്ചൻ നമ്മളോട് ചോദിച്ചു, എന്തായാലും ഞാനൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കാനഡയിലേക്ക് പോകുന്നുണ്ടല്ലോ, എന്നാൽ ആ അവസരത്തിൽ നേരിട്ട് ഈ കോളേജുകളിലെ ക്യാമ്പസുകളിലൊന്ന് പോയി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ ഒന്നൊന്ന് അന്വേഷിക്കാൻ സാധിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, താങ്കളുടെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിൽ തരൂ. അതായത് ഈ WSൻ്റെ ഇവാലുവേഷൻ്റെ റിപ്പോർട്ടും എഡ്യൂക്കേഷൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ട്രാൻസ്ക്രിപ്റ്റിൻ്റെ കോപ്പീസും പിന്നെ IELTSൻ്റെ കോപ്പിയും ഇതൊക്കെ എൻ്റെ കയ്യിൽ തരൂ. ഞാൻ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1-2 കോളേജുകളിൽ പോകാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ ഞാനവിടെ 2018 കാനഡയിൽ പോയപ്പോൾ ഞാനൊരു 3 കോളേജുകൾ അപ്രോച്ച് ചെയ്തു. ഒരു ഫാൻഷാവി കോളേജും പിന്നെ ടൊറൻറ്റോ സിറ്റിയിൽ തന്നെയുള്ള സെൻറ്റിനിയൽ കോളേജും പിന്നെ ഒരു മൊഹാക്ക് എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടണിലുള്ളൊരു കോളേജും. അപ്പോൾ ഈ മൊഹാക്കുകാർ റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല. ഫാൻഷാവി പറഞ്ഞതുപോലെ തന്നെ 5 വർഷത്തേക്കാൾ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല. കാരണം അത് ഇത്തിരി റൂറലായിട്ടുള്ള ഏരിയയിലുള്ള കോളേജാണ്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പ്രൈമറി റീസൺ എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു. ഒരു ഇന്ത്യൻ ആയിരുന്നു അവിടുത്തെ അഡ്മിഷൻ കോർഡിനേറ്റർ. പിന്നെ സെൻറ്റിനൽ കോളേജിൽ ഞാൻ നേരിട്ട് തന്നെ പോയി ഒരു അപ്പോയിൻമെൻ്റ് എടുത്തോളൂ. എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞില്ല. ഞാൻ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടുത്തെ ഇൻ്റർനാഷണൽ അഡ്മിഷൻ കോർഡിനേറ്ററിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി വളരെ ഓപ്പൺ ആയിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു, അങ്ങനെ ഒരു റൂളൊന്നുമില്ലല്ലോ, ഈ കോളേജിൽ 45 വയസ്സായാലും 50 വയസ്സായാലും വന്ന ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ടേം ഉണ്ടാകാൻ വഴിയില്ല. എന്തായാലും ഈ നിങ്ങൾ കൊണ്ടുവന്ന ഈ ഡോക്യുമെൻറ്റ്സ്, WSൻ്റെ ഡോക്യുമെൻ്റ്, അതുപോലെ തന്നെ IELTS ഇന്നഫ് സ്കോർ ഉണ്ട്. കാരണം ഈ പുള്ളിക്കാരൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിനാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ട IELTS സ്കോറുണ്ട്.
പിന്നെ നോക്കിയപ്പോൾ ആൾ ക്വാളിഫൈഡ് ആണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് അഡ്മിഷൻ്റെ ടൈം ആകുമ്പോഴേക്കും എന്നെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ വിസിറ്റിംഗ് കാർഡും എനിക്ക് തന്നു. ഈ ഡോക്യുമെൻസിൻ്റെ ഒക്കെ കോപ്പി പുള്ളിക്കാരത്തിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പുള്ളിക്കാരത്തി അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തൊരു സ്റ്റുഡൻറ്റ് നമ്പർ തന്നു. എന്നിട്ട് പറഞ്ഞു എന്നോട്, സുഹൃത്തിൻ്റെ അടുത്ത് പറയും ഈ സ്റ്റുഡൻറ്റ് നമ്പർ റെഫറൻസ് വെച്ചിട്ട് ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ അഡ്മിഷൻ അടുക്കുമ്പോൾ ഒരു 4-5 മാസം മുമ്പ് അഡ്മിഷൻ്റെ ഇപ്പോൾ മെയിൻ ടേക്കാണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5 മാസം മുമ്പ് ചെയ്യാം. അപ്പം ഞാനപ്പോൾ തന്നെ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ സംഗതി അഡ്മിഷനൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നീ ഇനി വിസയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് ചികഞ്ഞ് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഈ ഞാൻ മേൽ പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ, SDS സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിൽ അപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളിലത്തെ സിറ്റിസൺസിനെ വേറെ രാജ്യത്ത് റെസിഡൻസി ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് നിന്ന് ഇവർക്ക് കനഡിയൻ വിസയ്ക്ക്, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ നമ്മുടെ സുഹൃത്തിന് ഇവിടെ UAE റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും വിചാരിച്ചു, എന്തായാലും ഇത്തിരി സ്പീഡ് കുറഞ്ഞാലും SDS ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് റെഗുലർ ആയിട്ടുള്ള വിസ മോഡിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും ഹെൽപ്പ് ചെയ്ത് ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി ഇതിൻ്റെ നോംസൊക്കെ നല്ല പോലെ റിസർച്ച് ചെയ്തു. എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നൊക്കെ എല്ലാം റിസർച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ പ്രധാനമായി രണ്ട് ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ട്. ഒന്ന് ടെമ്പററി റെസിഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഫോം, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെയുള്ളത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫോം, ഫാമിലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ, അതാണ് രണ്ട് ആപ്ലിക്കേഷൻ ഫോംസ്. പിന്നെയുള്ള ഡോക്യുമെൻറ്റ്സ് മുഴുവൻ നമ്മൾ ഉണ്ടാക്കേണ്ടതായ ഡോക്യുമെൻ്റാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഉണ്ടാക്കാൻ പുള്ളിക്കാരൻ ഇത്തിരി അമാന്തമായപ്പോഴും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ടല്ലോ, ആ കോഴ്സിനെ കുറിച്ച് മറ്റുള്ള രാജ്യങ്ങളിലൊന്ന് അന്വേഷിച്ചു. മറ്റുള്ള രാജ്യങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അതായത് ഇപ്പോൾ UK ഇത് സെയിം ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫർ ചെയ്യുമ്പോൾ അവരുടെ സിലബസ് എന്താണെന്ന് നോക്കി, ഇന്ത്യയിൽ എന്താണെന്ന് നോക്കി, സിംഗപ്പൂർ എന്താണെന്ന് നോക്കി, ദുബായിലും എന്താണെന്ന് നോക്കി. ഇതൊക്കെ നോക്കിയിട്ട് ഈ കാനഡയിലും ഈ കോഴ്സിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കി. അതിനുശേഷം ഞാൻ ഈ സിലബസുകളെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ഹൗ Canadian syllabus is different from other syllabuses എന്നുള്ള ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ പിന്നെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ തന്നെ വന്ന് പഠിച്ചത് കൊണ്ട് ഈ വിദ്യാർത്ഥിക്ക് എന്താണ് ഉപകാരപ്പെടുക എന്നുള്ളത്, അതായത് എഡ്യൂക്കേഷൻ കൊണ്ട്, അല്ലാതെ നമുക്ക് ഇമിഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിൽ എഴുതി കൊടുക്കാൻ പാടില്ല കേട്ടോ. പെർമനൻറ്റ് റെസിഡൻസിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പഠിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഫസ്റ്റ് തന്നെ അവർ റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ കാരണം സ്റ്റുഡൻറ്റ് വിസ ഓഫർ ചെയ്യുമ്പോൾ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വന്ന് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകണം. അതൊരു അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അറിയാം, പഠിക്കാൻ പോകുന്നവർ അവിടുത്തെ റെസിഡൻസി ഉദ്ദേശിച്ചിട്ടൊക്കെ തന്നെയാണ് ലോങ് റണ്ണിൽ ചെയ്യുന്നത്. പക്ഷേ ഇതാണ് അവരുടെ ഒരു നോംസ്, അവർ വിസ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ തിരിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ളത്. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ സിലബസ്, ഇവിടുത്തെ കാനഡയിലെ സിലബസ് എങ്ങനെയാണ് മറ്റ് സിലബസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, അതെങ്ങനെയാണ് ഈ വ്യക്തിയുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്, ഈ വ്യക്തിക്ക് പഠിച്ച് തിരിച്ച് നാട്ടിൽ വന്ന്, അല്ലെങ്കിൽ പഠിച്ച് തിരിച്ച് ദുബായിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് പുള്ളിക്കാരൻ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കി. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു കാര്യം കൂടി ചെയ്ത്, പുള്ളിക്കാരൻ്റെ കമ്പനിയിൽ സംസാരിച്ചിട്ട്, എന്തായാലും ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ സംസാരിച്ചിട്ട് കമ്പനിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ലെറ്റർ മേടിച്ചു. അതായത് പുള്ളിക്കാരൻ്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ്, പുള്ളിക്കാരൻ്റെ എബിലിറ്റിയും, പുള്ളിക്കാരൻ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ആ സമയത്ത് കമ്പനിക്ക് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വെച്ചുകൊണ്ട് കമ്പനിയിൽ നിന്ന് ഒരു ലെറ്ററും നമ്മൾ മേടിച്ചു. അങ്ങനെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു.
അതിന് കൂടെ വേറെ 2 ഡോക്യുമെൻറ്റ്സും കൂടിയും നമ്മൾ നോക്കി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, PCC, നാട്ടിൽ നിന്നുള്ള PCC മേടിച്ചു. നാട്ടിൽ നിന്നുള്ള PCC എങ്ങനെ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഒരു VFS പോലെ PLS എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, ഇന്ത്യൻ കോൺസുലേറ്റ് സർവീസസ് തരുന്നത്. നാട്ടിലാണെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്ര വഴി മേടിക്കണം, ഇവിടെ ആണെങ്കിൽ അങ്ങനെ മേടിച്ചു, PCC മേടിച്ചു. പിന്നെ UAE VCC, ഇപ്പോൾ UAEയിലാണല്ലോ പുള്ളിക്കാരുടെ റെസിഡൻസ് ഉള്ളത്, അപ്പോൾ UAE ഒരു VCC മേടിച്ചു. അതെല്ലാം ഒരു അഡീഷണൽ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ചെയ്ത് വെച്ചതാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഈ അപ്ലിക്കേഷൻസ് ഒക്കെ ഫുൾ ഡീറ്റെയിലായി താറുമായി പലവട്ടം നോക്കി. ഫസ്റ്റ് ഒരു ഗഡുവായിട്ട് ഒരു ഡെപ്പോസിറ്റായിട്ട് ഒരു എമൗണ്ട് കൂടെ ഫീസ് അടച്ച്, കാരണം അഡ്മിഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ ഓഫർ ലെറ്റർ തരണം, എന്നാലേ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോളേജിന് ഒരു ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ കോളേജ് ഒരു ഓഫർ ലെറ്റർ പുള്ളിക്കാരൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പുള്ളിക്കാരൻ്റെ എൻ്റയർ എഡ്യൂക്കേഷനുള്ള ഫണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്, ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്ന ബാങ്ക് ഡോക്യുമെൻറ്റും, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം കൂട്ടി അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ സാധനം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ വീണ്ടും അപ്ലിക്കേഷൻ പ്രോസസ്സിങ്, അതായത് നമ്മൾ അപ്ലിക്കേഷൻ ഓൺലൈനിലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഡിസിഷൻ വരാൻ വൈകി പോകായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, പുള്ളിക്കാരൻ സെപ്റ്റംബർ ഇൻടേക്ക് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, ആ ടൈം കടന്നുപോയി. അപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ട് അവരുടെ IRCCയിൽ നിന്നൊരു ഇമെയിൽ വന്നു, താങ്കൾ പോയി മെഡിക്കൽ ചെയ്യണമെന്നത്. കാരണം നമ്മൾ മെഡിക്കൽ ചെയ്തില്ല, അത് റെഗുലർ കാറ്റഗറി വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മെഡിക്കലും ബയോമെട്രിക്സ് പിന്നീട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. മെഡിക്കലും റെഗുലർ കാറ്റഗറി വഴി ചെയ്യുമ്പോൾ നമ്മൾ മെഡിക്കൽസൊക്കെ പിന്നീടുള്ള സ്റ്റേജിൽ IRCC ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ SDS സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിൽ ഡിഫറൻസ് ഉണ്ട്, കാരണം അത് മെഡിക്കൽ അപ്ഫ്രണ്ട് ആയിട്ട് തന്നെ ചെയ്യണം. അതുപോലെ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിലാണെന്നുണ്ടെങ്കിൽ GIC എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ സമ്പാദിക്കണം, അതായത് ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. ഈ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാനഡയിലുള്ള ഏതെങ്കിലും ബാങ്കിൽ $10,000 കനഡിയൻ ഡോളേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഗ്യാരണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന ഒരു കാറ്റഗറിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. ആ കാശ് നമുക്ക് ഉടനടി ഇവർ തിരിച്ച് തരില്ല. കാരണം ഇവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ചിലവിനുള്ള കാശ് നമ്മുടെ കയ്യിൽ വേണം എന്നാണ് കാനഡിയൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ GIC നിർബന്ധമായിട്ട് SDS പറയുന്നത്, സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിന്. അപ്പോൾ വൺസ് നമ്മൾ പഠിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ $10,000 നമുക്ക് തിരിച്ച് കിട്ടും, പക്ഷെ മൊത്തമായിട്ടല്ല, കുറേശ്ശെ ആയിട്ട് തിരിച്ച് കിട്ടും. പക്ഷേ റെഗുലർ വിസ ഈ UAE നിന്നൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ GIC മാൻഡേറ്ററി അല്ല, ഉണ്ടെങ്കിൽ കൊള്ളാം, പക്ഷേ മാൻഡേറ്ററി അല്ല. നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സഫീഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ UAEയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ, സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് SDS ഒക്കെ ആയിട്ടുള്ള വലിയ കാതലായ മാറ്റം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDSലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ഫുൾ ഫീസ് നമ്മൾ അടച്ചിരിക്കണം. ആ ഫുൾ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ആണ് കൊടുക്കേണ്ടത്. റെഗുലർ വിസ UAE അപ്ലൈ ചെയ്യുമ്പോൾ, റെഗുലർ സ്റ്റുഡൻറ്റ് വിസ UAE അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജ് ആവശ്യപ്പെടുന്ന ആ ഒരു ഡെപ്പോസിറ്റ് മാത്രം നമ്മൾ ആദ്യം പേ ചെയ്താൽ മതി. ഫുൾ ഇയർ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് അതിനുള്ള ഫണ്ട് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ തോമാച്ചൻ ഈ സാധനം അപ്ലൈ ചെയ്തു. അവസാനം ഒരു നവംബറോടുകൂടി ഒരു 2.5 കൊല്ലത്തെ സ്റ്റഡി പെർമിറ്റും പുള്ളിക്കാരന് കിട്ടി. അപ്പോൾ അതാണ് ഈ തോമാച്ചൻ്റെ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാനുള്ള ഒരു യാത്രയുടെ ആകെ തുകയായിട്ട് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഇതിൽ വരുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്പൗസിനെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും പറ്റും. കാനഡയിൽ മറ്റുള്ള രാജ്യത്തില്ലാത്തൊരു ഫീച്ചർ കാനഡിയൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഉണ്ട്. കാനഡിയൻ സ്റ്റുഡൻറ്റ് വിസ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിനെയും ഒപ്പം സ്പോൺസർ ചെയ്യാൻ പറ്റും. ഇത് ഒന്നെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം അവർ കോളേജിൽ എൻറോൾ ചെയ്തതിന് ശേഷം സ്പൗസിന്, നാട്ടിലൊക്കെയുള്ള സ്പൗസിന് വിസ കൊടുത്ത്
കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഈ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിംഗ് ഒക്കെ വളരെയധികം ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും അത് പോസിബിളാണ്. പക്ഷേ പിന്നെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഏത് വിസ അപ്ലൈ ചെയ്യുമ്പോഴും ഈ വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ നോക്കുന്നത്, ഈ ടെമ്പററി വിസകൾക്കൊക്കെ അവർ നോക്കുന്നത് നമുക്ക് നാട്ടിൽ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ സ്പൗസിനെയും വെച്ച് സ്പോൺസർ ചെയ്ത് ഒരു വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഉറപ്പിക്കണം, നമുക്ക് അതിനുള്ള സ്പൗസിനെയും ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അതിനുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇങ്ങനെ സ്റ്റുഡൻറ്റ് സ്പോൺസർ ചെയ്ത് പോകുന്ന സ്പൗസിന് IELTS അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയുടെ ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സ്പൗസിന് പോകാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, ഓപ്പൺ വർക്ക് പെർമിറ്റോട് കൂടിയാണ് സ്പൗസിന് പോകാൻ സാധിക്കുക. അപ്പോൾ അത് ഒരു വലിയ അഡ്വാൻറ്റേജാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസി ഒക്കെ ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റുഡൻറ്റിന് സ്പൗസിനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാൻ, ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഈ സ്പൗസ് ഈ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കനഡിയൻ എക്സ്പീരിയൻസ് നേടുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് എല്ലാം പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ Q&Aയിൽ ഈ സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒരുമാതിരിപ്പെട്ട സംശയങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് ആണ് ഞാൻ ഈ നമ്മുടെ സുഹൃത്തിൻ്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഞാൻ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പ്രധാനമായും GEC എന്താണെന്ന് ആയിരുന്നു, ഡെസിഗ്നേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്നായിരുന്നു, പിന്നെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് 6, 7, 8 അല്ലെങ്കിൽ 10 കൊല്ലം ഗ്യാപ്പ് വന്നിട്ടുള്ളവർക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ Q&A സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പതിവ് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, Q&A. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അടുത്തൊരു Q&A കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇമിഗ്രേഷനെ കുറിച്ച്. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് ചോദിച്ച കൂട്ടത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇനി അടുത്തതിൽ ഇമിഗ്രേഷനെ കുറിച്ചുള്ള സാധിക്കുകയാണെങ്കിൽ Q&A ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ടുകളൊക്കെ പെട്ടെന്ന് എനിക്ക് കമൻ്റായിട്ട് ഇമെയിലായിട്ടൊക്കെ അയച്ച് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഉടനെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സൈനിങ് ഓഫ് ഫ്രം ലിവ് ISS.